അവയവദാനമേ പുണ്യം എന്ന് നാം കേട്ടിട്ടുണ്ട്. നമ്മളിലൂടെ മറ്റൊരാൾക്കൊരു പുതുജീവൻ നൽകുന്നുവെങ്കിൽ അതിനപ്പുറം വലിയൊരു പുണ്യം ഈ ലോകത്തില്ല. ഇപ്പോഴിതാ അവയവദാനത്തിലൂടെ വീണ്ടും ഒരു പുതുജീവനേകിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച യുവാവിന്റെ ഹൃദയം ഇനി മലപ്പുറം സ്വദേശിയായ 15-കാരിയിലാണ് സ്പന്ദിക്കുന്നത്. എറണാകുളം ലിസി ആശുപത്രിയിൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു വിജയകരമായ ഈ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ച കിളിമാനൂർ കായാട്ടുകോണം സ്വദേശിയായ ജയകുമാറിന്റെ ഹൃദയമാണ് പെൺകുട്ടിക്ക് ഇപ്പോൾ പുതുജീവൻ ഏകിയിരിക്കുന്നത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:45-ന് തിരുവനന്തപുരത്ത് നിന്നും സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൽ ഹൃദയവുമായി പുറപ്പെട്ട മെഡിക്കൽ സംഘം 2:40-ന് കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിന്റെ ഹെലിപാഡിൽ വന്നിറങ്ങുകയും ചെയ്തു. തുടർന്ന് വെറും 4 മിനിറ്റ് കൊണ്ടാണ് ഹൃദയം ലിസി ആശുപത്രിയിൽ എത്തിച്ചത്. ശസ്ത്രക്രിയയും ആരംഭിച്ചു. വൈകിട്ട് 5:30-ഓടെ ആ ഹൃദയം പെൺകുട്ടിയിൽ വീണ്ടും സ്പന്ദിക്കുകയായിരുന്നു. രാത്രി 9 മണിയോടെ ശസ്ത്രക്രിയ പൂർത്തിയാക്കുകയും ചെയ്തു. 5 വർഷം മുൻപായിരുന്നു പെൺകുട്ടിക്ക് ഹൃദയത്തിന്റെ വലതുവശത്തെ അറകളിൽ ക്രമാതീതമായി വികസിക്കുന്ന അസുഖം സ്ഥിരീകരിക്കുന്നത്. ഹൃദയം മാറ്റിവെക്കുക എന്നത് മാത്രമായിരുന്നു ഡോക്ടർമാർ നിർദ്ദേശിച്ച ഏക പോംവഴിയും. തുടർന്ന് കഴിഞ്ഞ മാസമായിരുന്നു അവയവ സ്വീകരണത്തിനുള്ള സർക്കാർ സംവിധാനമായ കേസ് ഓട്ടോയിൽ ഇവർ രജിസ്റ്റർ ചെയ്യുന്നത്. ബുധനാഴ്ച രാത്രി അറിയിപ്പ് ലഭിക്കുമ്പോൾ ചികിത്സയുടെ ഭാഗമായി കുട്ടിയും കുടുംബവും ചെന്നൈയിലുമായിരുന്നു. തുടർന്ന് വിമാനമാർഗമാണ് ഇവർ അതിവേഗം എറണാകുളത്തേക്ക് എത്തുന്നതും. ശസ്ത്രക്രിയ കഴിഞ്ഞുള്ള അടുത്ത 48 മണിക്കൂർ വളരെ നിർണായകമാണെന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം വ്യക്തമാക്കുകയും ചെയ്തു. ഡോക്ടർ ജേക്കബ് എബ്രഹാം, ഡോക്ടർ ഭാസ്കർ രംഗനാഥൻ, ഡോക്ടർ പി മുരുകൻ, ഡോക്ടർ ജോബ് വിൽസൺ തുടങ്ങി വലിയ ഒരു മെഡിക്കൽ സംഘം തന്നെ ഈ ശസ്ത്രക്രിയയിൽ പങ്കാളികളുമായി. ലിസി ആശുപത്രിയിൽ നടക്കുന്ന 32ാമത്തെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ആണിത്. മരണത്തിലും 5 പേർക്ക് പുതുജീവൻ നൽകിക്കൊണ്ട് തന്നെയാണ് 35-കാരനായ ജയകുമാർ യാത്രയാകുന്നതും. അദ്ദേഹത്തിന്റെ കരളും ഒരു വൃക്കയും കിംസ് ആശുപത്രിയിലെ രോഗികൾക്കും മറ്റൊരു വൃക്ക കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കും നൽകുകയും ചെയ്യും. ഇദ്ദേഹത്തിന്റെ നേത്രപടലങ്ങൾ തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജിക്ക് കൈമാറുകയും ചെയ്യും.